Good morning all of you. Teacher എടുക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസിന്റെ പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 7 ലൈഫ് ഇൻ ദ ഡെസേർട്ട് ആൻഡ് ദ സെൻട്രൽ പ്ലേറ്റു. പേജ് നമ്പർ 309, പേജ് നമ്പർ 309 എടുക്കുക കേട്ടോ. പേജ് നമ്പർ 309, ചാപ്റ്റർ 7 ലൈഫ് ഇൻ ദ ഡെസേർട്ട് ആൻഡ് ദ സെൻട്രൽ പ്ലേറ്റു. മരുഭൂമിയിലെ ജീവിതവും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിരീതികളും അവിടുത്തെ എന്താണ് ഓക്യുപ്പേഷൻസ്, അതുപോലെ അവിടുത്തെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കുക. The desert region begins from the west of the Aravalli ranges and stretches deep into Pakistan. It covers a major part of Rajasthan. The central plateau region consists of the region between the Narmada and the Krishna. The Malwa plateau and the Chota Nagpur plateau is part of the central plateau. Now we shall learn about the life of the people in these regions. Okay, the desert region begins from the west of the Aravalli ranges and stretches deep into Pakistan. അല്ലേ, മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെസേർട്ട് റീജിയൻ അല്ലെ, മരുഭൂമി പ്രദേശം എന്ന് പറയുന്നത് ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറ് നിന്നും ആരംഭിച്ചിട്ട് പാകിസ്ഥാനിലോട്ട് എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. അല്ലെ, അതായത് നമ്മുടെ ഡെസേർട്ട് റീജിയൻ മരുഭൂമി പ്രദേശം ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ആരംഭിച്ച് പാകിസ്ഥാൻ വരെ എന്ത് ചെയ്യും, വ്യാപിച്ച് കിടക്കുന്നു. ഇറ്റ് കവേഴ്സ് എ മേജർ പാർട്ട് ഓഫ് രാജസ്ഥാൻ. ഇത് രാജസ്ഥാനിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ മരുഭൂമി പ്രദേശം നിൽക്കുന്നത്. അല്ലെ, മരുഭൂമി പ്രദേശം കൂടുതലും അതൊരു മരുഭൂമിയുടെ ഒരു പകുതി മുക്കാൽ ഭാഗവും രാജസ്ഥാനിൽ തന്നെയാണ് കാണുന്നത്. The central plateau regions consist of the region between Narmada and the Krishna. അല്ലെ, സെൻട്രൽ പീഠഭൂമി എന്ന് പറയുന്നത് നർമ്മദ നദിക്കും അതുപോലെ കൃഷ്ണ നദിക്കും ഇടയിലുള്ള പ്രദേശത്ത് നിൽക്കുന്നു. The Malwa plateau and the Chota Nagpur plateau is the part of central plateau. അല്ലെ, സെൻട്രൽ പീഠഭൂമി അല്ലെ, സെൻട്രൽ പ്ലേറ്റുവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് മാൽവ പ്ലേറ്റുവും ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവുമാണ്. അല്ലെ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവും മാൽവ പ്ലേറ്റും കൂടെ ചേർന്നിട്ടാണ് സെൻട്രൽ പ്ലേറ്റുവിന്റെ ഒരു പകുതി ഭാഗം. Now we shall learn about the life of the peoples in this region. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ മരുഭൂമി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ജീവിത രീതിയെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പഠിക്കാം. നോക്കിയേ, the desert of Rajasthan. അല്ലെ, രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശം. Rajasthan is divided into the eastern half and the western half by the Aravallis. Jaipur is the capital city of Rajasthan. Hindi and Rajasthani are the major languages of the people of the state. അതായത് രാജസ്ഥാനിലെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു മരുഭൂമിയിലെ ഒരു മുക്കാൽ ഭാഗത്തോളം കൂടുതൽ ഭാഗവും എന്ത് തന്നെയാണ്, രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. അല്ലെ, ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ആരംഭിച്ച് പാകിസ്ഥാൻ വരെയാണ് ഈ ഒരു നമ്മുടെ മരുഭൂമി പ്രദേശം വ്യാപിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉൾക്കൊള്ളുന്നത് രാജസ്ഥാനിലാണെന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ചു. അപ്പോൾ രാജസ്ഥാൻ ഈസ് ഡിവൈഡഡ് ഇൻടു ദ ഈസ്റ്റേൺ ഹാഫ് ആൻഡ് ദ വെസ്റ്റേൺ ഹാഫ് ബൈ ദ അറവല്ലീസ്. അല്ലെ, അതായത് കിഴക്കൻ മരുഭൂമിയുടെ പകുതിയായി, കിഴക്കൻ ഈസ്റ്റേൺ ഹാഫ് അല്ലെ കിഴക്കിന്റെ പകുതിയായും ആൻഡ് ദ വെസ്റ്റേൺ ഹാഫ് പടിഞ്ഞാറിന്റെ പകുതിയായും ഈ നമ്മുടെ മരുഭൂമി എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ജയ്പൂർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിന്റെ തലസ്ഥാനം, ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ജയ്പൂർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ്. ഹിന്ദി ആൻഡ് രാജസ്ഥാനി ആർ ദ മേജർ ലാംഗ്വേജസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ അല്ലെ, അവിടുത്തെ നമ്മുടെ രാജസ്ഥാനിലെ ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ലാംഗ്വേജ് അല്ലെ, അവരുടെ ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ഹിന്ദി ഭാഷ, ഹിന്ദി ലാംഗ്വേജ് അല്ലെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിയാണ്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്, ക്യാപിറ്റൽ സിറ്റി അല്ലെ, ക്യാപിറ്റൽ സിറ്റി ഓഫ് രാജസ്ഥാൻ, രാജസ്ഥാനിന്റെ തലസ്ഥാന നഗരം എന്ന് അറിയപ്പെടുന്നത് ജയ്പൂർ ആണ്. അതുപോലെ അവിടുത്തെ മേജർ ലാംഗ്വേജസ്, പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് രാജസ്ഥാനി അല്ലേ. ഹിന്ദി ആൻഡ് രാജസ്ഥാനി ആർ ദ ടു മേജർ ലാംഗ്വേജസ് ഓഫ് രാജസ്ഥാൻ. Then ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഇനി രാജസ്ഥാനിലെ ആളുകളുടെ അല്ലേ അവരുടെ ഒരു ജീവിത രീതി, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The life of the people is very hard in the western part of the Rajasthan. രാജസ്ഥാനിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു ജീവിത രീതി വളരെയധികം പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ്. It is a desert area. ഇത് നല്ല രീതിയിൽ എന്താണ് പൂർണ്ണമായിട്ടും ഒരു മരുഭൂമി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. Scarcity of water also makes life tough. അവിടെ ജലക്ഷാമം, ജലദൗർലഭ്യം ഒരുപാട് അനുഭവപ്പെടുന്നു. മഴയുടെ അളവ് ഒരുപാട് കുറവാണ്, കിട്ടത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വെള്ളം എന്നുള്ളത് വളരെയധികം കുറവാണ്. ജലത്തിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതവും എന്ത് തന്നെയായിരിക്കും, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉള്ള ജീവിതമാണ്. The most common means of transport in the desert region is the camel. അല്ലെ അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് സഞ്ചരിക്കണമെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് എന്താണ്, ക്യാമൽ, ഒട്ടകത്തിനെയാണ് അല്ലെ. It can move across the sand with its padded feet that do not thrust deep into the sand. അല്ലെ മണലിലോട്ട്, നമുക്കറിയാം മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മണൽമണ്ണാണ് അല്ലെ. മണൽമണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടാണ്. നടക്കാനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, കാര്യം അത് അത്ര ചൂടാണ്. അത്ര ചുട്ട് പടുത്ത് നിൽക്കുന്ന ഭയങ്കര അധികം ചൂടുള്ള മണ്ണാണ് ഈ മണൽമണ്ണ്. നമ്മൾക്ക് ഒരു കാര്യം തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ബീച്ചിന്റെ സൈഡിലോട്ടൊക്കെ നല്ല ഉച്ച സമയത്തൊക്കെ പോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാല് ചെരുപ്പൂരിട്ട് നമ്മൾ മണലിൽ ചവിട്ടുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പൊ അത്രയും ചൂടിനേക്കാൾ ഇരട്ടിയായിരിക്കും മരുഭൂമി അനുഭവപ്പെടുന്നത്. അപ്പം അവിടെയുള്ള ആളുകൾക്ക് മെയിനായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ അവര് ഉപയോഗിക്കുന്നത് ഈ ക്യാമലിന്, ഒട്ടകത്തിനെയാണ് അല്ലെ. കാര്യം എന്താണ്, ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ മണലിലോട്ട് ആഴത്തിൽ തുളച്ച് കഴിയുന്ന പാഡ് പോലുള്ള എന്തുണ്ട് പാദങ്ങൾ. രണ്ടീസിലൂടെ പിക്ചർ കാണിക്കുന്നുണ്ട്, കണ്ടോ. അപ്പൊ ഈ പിക്ചർ നമുക്ക് പറയാം, ഈ ക്യാമലിന്റെ കാല് കണ്ടോ, ഭയങ്കര കട്ടിയുള്ള കുളമ്പ് പോലൊക്കെയുള്ള വളരെ കട്ടിയുള്ളതാണ്. അപ്പൊ അത് ചൂട് പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ മണലിലോട്ട് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങുന്ന ഭയങ്കര പാഡ് പോലുള്ള ഈ പാദങ്ങൾ, കാലുകൾ എന്ത് ചെയ്യും, ഈ മണലിൽ കുറുകെ നടന്നു പോകാനായിട്ട് ഇവയെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഉപയോഗിക്കുന്ന ഒരു അനിമൽ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ക്യാമൽ. The camel can also go long distance without drinking water. അത് മാത്രമല്ല ഈ ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തിന് ഒരുപാട് ദൂരം വെള്ളം കുടിക്കാതെയും എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Because of these special features, it is known as the ship of the desert. ഇങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെ, അതായത് കുറച്ച് പ്രത്യേക കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒട്ടകത്തിനെ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. ദ ഷിപ്പ് ഓഫ് ദ ഡിസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം, ക്യാമൽ ആണ്. കാരണം അവിടുത്തെ ചൂട് രീതി വെച്ചിട്ട് അവയ്ക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവയുടെ നല്ല നീളമുള്ള കട്ടിയുള്ള പാദങ്ങൾ ഉപയോഗിച്ച് അവയ്ക്ക് ഈ മണലിലൂടെ നടക്കാനും ഒരുപാട് ദൂരം വെള്ളം കുടിക്കാതെ സഞ്ചരിക്കാനും ഒക്കെ ഇവയ്ക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമലിനെ ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നത്. Its milk and meat is served as food to the people. അല്ലെ ഈ ഒട്ടകത്തിന്റെ പാല്, ഒട്ടകത്തിൽ നിന്ന് പാല് കിട്ടുന്നു. ഈ പാലും അതുപോലെ ഒട്ടകത്തിന്റെ മീറ്റ്, ഇറച്ചിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മനുഷ്യരും എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് കഴിക്കാറ്, ആഹാരത്തിന് വേണ്ടി കഴിക്കാറ് ഉണ്ട്. On the other hand, life in the eastern part of Rajasthan is comparatively not so hard. അല്ലെ അതായത് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ രാജസ്ഥാനിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാര്യങ്ങളാണ് അല്ലെ. പൊതുവെ ചൂട് വളരെ കൂടുതലാണ്, മഴ വളരെ കുറവാണ്, കുടിക്കാനും ഒക്കെ വെള്ളത്തിന് വളരെ ക്ഷാമമാണുള്ളത്. രാജസ്ഥാനിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളാണ്, വെസ്റ്റേൺ പാർട്ട് ഓഫ് രാജസ്ഥാൻ ആണ് പറഞ്ഞത്. ദെൻ ഇനി പറയാൻ പോകുന്നത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് രാജസ്ഥാൻ ആണ്, കിഴക്കൻ മേഖലയാണ്. രാജസ്ഥാനിലെ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പടിഞ്ഞാറൻ മേഖല വെസ്റ്റേൺ റീജിയനെ അത്ര വലിയൊരു എന്താണ് പ്രയാസകരമായിട്ടൊന്നും അല്ല ഈ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾ ജീവിക്കുന്നത്. കാരണം എന്താണ്, it receives sufficient rainfall which in turn feeds tanks, ponds and wells and promotes irrigation and agriculture. അല്ലേ കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു, മഴ കുറച്ച് അളവിലെങ്കിലും മഴ ലഭിക്കും.
അല്ലെ. കിഴക്കൻ മേഖലയിൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയെ അപേക്ഷിച്ച് മഴയുടെ അളവ് കൂടുതലാണ്, മഴ കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മഴ കിട്ടുന്ന സമയത്ത് ആ വെള്ളം അവര് ഈ ടാങ്കിലും അല്ലെ വലിയ വലിയ ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, വെള്ളം സംഭരിച്ച ഈ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വാട്ടർ അല്ലെ, ടാങ്ക്, പിന്നെ അതുപോലെ എന്താണ് ചെറിയ കുളങ്ങള്, പിന്നെ അതുപോലെ കിണറുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഇപ്പൊ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടും. അപ്പൊ ആ വെള്ളം ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യും, അഗ്രികൾച്ചർ, കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി അവർ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻ ദ ഡിസേർട്ട് ഓഫ്റ്റൻ ട്രാവൽ ഇൻ ഗ്രൂപ്പ്സ്. പിന്നെ മരുഭൂമിയിലെ ആളുകൾ അവർക്കൊരു പ്രത്യേകത, അവര് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ഗ്രൂപ്പുകളായിട്ടാണ് അല്ലെ, കൂട്ടമായിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, സഞ്ചരിക്കാറുള്ളൂ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൂവിംഗ് ഓൺ എ ഫ്ലീറ്റ് ഓഫ് camels ഈസ് കോൾഡ് കാരവൻ. അല്ലെ ഇങ്ങനെ ഇവിടെ ടീച്ചർ പിക്ചർ കാണിക്കുന്നുണ്ട്, കാരവൻ കണ്ടോ. അതായത് ആളുകൾ എന്ത് ചെയ്യണത്, കൂട്ടത്തോടെ നടക്കുകയാണ് അല്ലെ, എന്താണ് ഒട്ടകവുമായിട്ട് കൂട്ടത്തോടെ ആളുകൾ ഇങ്ങനെ മരുഭൂമിയിലെ ആളുകൾ എന്ത് ചെയ്യും, ഒരുമിച്ച് നടക്കും. അതിനെ പറയുന്ന പേരാണ് കാരവൻ. കാരവൻ, CARAVAN, കാരവൻ കണ്ടോ. അപ്പോ ഇത്രയും ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞത് ഡിസേർട്ട് ഓഫ് രാജസ്ഥാൻ ആണ്. ഡിസേർട്ട് ഓഫ് രാജസ്ഥാന്റെ കാര്യം പറഞ്ഞത് Rajasthan is divided into the eastern half and the western half by the Aravallis. അല്ലെ, ആരവല്ലി പർവ്വത നിരകളുടെ കിഴക്ക് പകുതിയായിട്ടും പടിഞ്ഞാറ് പകുതിയായിട്ടുമാണ് നമ്മുടെ ഈ രാജസ്ഥാൻ കാണുന്നത്. പിന്നെ ജയ്പൂർ എന്നുള്ളതാണ് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാന നഗരം. രാജസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ജയ്പൂർ ആണ്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് രാജസ്ഥാനി. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ആണ്, അവിടുത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയാണ്. The life of the people is very hard in the western part of Rajasthan. അല്ലെ, രാജസ്ഥാനിലെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവിതം അവർക്ക് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ജീവിതമാണ്. It is a desert area. ഇത് കറക്റ്റ് എന്താണ് പറയുന്നത്, ഒരു മരുഭൂമി പ്രദേശമാണ്. Scarcity of water also makes life tough. അല്ലെ, ജലദൗർലഭ്യം, വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് അവിടെ ലഭിക്കുന്നത്. The most common means of transport in the desert region is camel. അല്ലെ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ യാത്രയ്ക്ക് സഹായിക്കുന്ന, ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് ഒട്ടകം, camel ആണ്. It can move across the sand with its padded feet that do not thrust deep into the sand. അല്ലെ, ഇവയ്ക്ക് ഇവിടെ നീളമുള്ള കാലുകൾ, നല്ല പാഡ് പോലെ കട്ടിയുള്ള കാലുകൾ എന്ത് ചെയ്യും, മണലിൽ കുറുകെ നടന്നു പോകാനായിട്ട് അവയെ സഹായിക്കുന്നു. The camel can also go long distance without drinking water. അല്ലെ, ക്യാമൽ ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഒരുപാട് ദൂരം വെള്ളം കുടിക്കാതെ സഞ്ചരിക്കാനും സാധിക്കുന്നുണ്ട്. Because of the special features, it is known as ship of the desert. ഇത്തരത്തിലുള്ള കുറെ പ്രധാനപ്പെട്ട കുറെ സവിശേഷത, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, കുറെ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒട്ടകത്തിനെ ഷിപ്പ് ഓഫ് ദ ഡിസേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെ, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ക്യാമൽ ആണ്. Its milk and meat is served as food of the people. ഇവയുടെ ഈ ഒട്ടകത്തിൽ നിന്ന് കിട്ടുന്ന പാലും അതുപോലെ തന്നെ ഇവയുടെ മാംസവും ഒക്കെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. On the other hand, life in the eastern part of Rajasthan is comparatively not so hard. അല്ലെ, അതുപോലെ തന്നെ ഈ നമ്മുടെ രാജസ്ഥാന്റെ കിഴക്കൻ മേഖലയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ മേഖലയുടെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. എന്താന്ന് വെച്ചാൽ it receives sufficient rainfall. ഇവിടെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. Which in turn feeds tanks, ponds and wells and promotes irrigation and agriculture. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം ഇവർ ഈ പോൺസിലും അതുപോലെ തന്നെ ടാങ്കുകളിലും വെൽസിലും ഒക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ട് കൃഷികൾക്കും മറ്റു ആവശ്യങ്ങൾക്കും അവ ഉപയോഗിക്കുന്നുണ്ട്. People in the desert often travel in groups. പിന്നെ ആളുകൾ, മരുഭൂമിയിലെ ആളുകൾ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കത്തില്ല, അവര് ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്, കൂട്ടമായിട്ടേ നടക്കാറുള്ളൂ. A group of people moving on a fleet of camels is called caravan. അല്ലെ, ഇത്തരത്തിലെ ആളുകൾ ഈ ഒട്ടകവും ആളുകളും കൂടി ഇങ്ങനെ കൂട്ടമായിട്ട് മൂവ് ചെയ്യുന്ന അതിനെ പറയുന്ന പേര് കാരവൻ എന്നാണ്. CARAVAN, കാരവൻ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം ഇത്രയും പഠിച്ചു നിർത്താം. ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ദെൻ അപ്പോൾ ഇന്ന് കുറച്ച് ടീച്ചർ പഠിപ്പിച്ചുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ പഠിച്ചാലോ?
നമ്മൾ ഏത് ചാപ്റ്ററാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ചാപ്റ്റർ ഒന്ന് പറഞ്ഞേ? ഇൻട്രൊഡക്ഷൻ ടു MS PowerPoint 2010 അല്ലേ? ഈ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത്. മൊത്തം സ്റ്റഡി ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ, കുറച്ച് മാത്രമേ നമ്മൾ പഠിച്ചോളൂ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബാലൻസ് നമുക്ക് സ്റ്റഡി ചെയ്യണ്ടേ? അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് ഈ MS PowerPoint 2010 എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഈ MS PowerPoint 2010? ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നെ. എന്തായിരുന്നു? Microsoft PowerPoint is a part of the Microsoft Office suite of program. എന്താണ്? It is a presentation program that helps to develop dynamic, professional looking presentations quickly and effectively and then deliver them to the audience. എന്താണ് ടീച്ചർ പറഞ്ഞത്? ചലനാത്മകവും അതുപോലെ തന്നെ ഡൈനാമിക് ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രസന്റേഷൻ അവതരണങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമമായിട്ടും വികസിപ്പിക്കാനും അത് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന ഒരു അവതരണ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ MS PowerPoint 2010 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ യൂസേഴ്സ് ഓഫ് PowerPoint ഒക്കെ ഒരു എത്ര പോയിന്റ് ആയിരുന്നു? 6 പോയിന്റ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു PowerPoint സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിച്ചു? സ്റ്റാർട്ട് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് PowerPoint സ്റ്റാർട്ട് ചെയ്യാം അല്ലെ, ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ സെർച്ച് ബോക്സ് വെച്ചിട്ട് നമുക്ക് ഈ PowerPoint സ്റ്റാർട്ട് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. വർക്കിംഗ് ഏരിയ ഇൻ MS PowerPoint അതിന് സ്ലൈഡ് പാൻ പഠിച്ചു, ടൈറ്റില്, സ്ലൈഡ് സ്ലൈഡ് ടാബ്, ഇതെല്ലാം നമ്മൾ നോട്ട് പാഡിന്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റിംഗ് എ ന്യൂ പ്രസന്റേഷൻ ഒരു പുതിയ പ്രസന്റേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ. To create a new presentation, follow the given step. എന്താണ് ഒരു പ്രസന്റേഷൻ, പുതിയൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് 1, ക്ലിക്ക് സ്റ്റാർട്ട് ഓൾ പ്രോഗ്രാംസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് എന്ത് സെലക്ട് ചെയ്യുക? ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആ ഓൾ പ്രോഗ്രാമിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 സെലക്ട് ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനുള്ള സ്റ്റെപ്പ്, അതെങ്ങനെ നമുക്ക് ആ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ടീച്ചർ എന്തോ പറഞ്ഞത്? ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആ സ്റ്റാർട്ട് ബട്ടണിൽ എന്ത് ചെയ്യണം? ഓൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ആ ഓൾ പ്രോഗ്രാംസിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. ആ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 സെലക്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നോക്കേ. സെലക്ട് ബ്ലാങ്ക് പ്രസന്റേഷൻ ഫ്രം അവൈലബിൾ ടെംപ്ലേറ്റ് ആൻഡ് തീംസ്. ദെൻ ക്ലിക്ക് ക്രിയേറ്റ് ടു ക്രിയേറ്റ് എ ന്യൂ PowerPoint പ്രസന്റേഷൻ. അപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രീൻ വരും. അതിൽ നമ്മൾ എന്താണ്? ബ്ലാങ്ക് പ്രസന്റേഷൻ സെലക്ട് ചെയ്യണം അല്ലേ? അവൈലബിൾ ടെംപ്ലേറ്റ് ആൻഡ് തീമിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ അവൈലബിൾ ടെംപ്ലേറ്റ് ആൻഡ് തീമിൽ നിന്ന് ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനുശേഷം നമുക്ക് എന്താണ് ഒരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താ ടീച്ചർ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. ഒരു പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടുന്ന സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലാദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നതിൽ എന്താണ്? ഓൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? മൈക്രോസോഫ്റ്റ് ഓഫീസ് PowerPoint 2010 സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു സ്ക്രീൻ വരും. എന്താണ്? അവൈലബിൾ ടെംപ്ലേറ്റ് ആൻഡ് തീം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? ബ്ലാങ്ക് പ്രസന്റേഷനിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് എന്താണ്? ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇത്രയും സ്റ്റെപ്പിൽ ചെയ്യാതെ, അതായത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ പോവാതെ എന്താണ് ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് നമുക്കൊരു പുതിയ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഏതാണ് ആ ഷോർട്ട് കട്ട് കീ? നോക്കേ. Ctrl+N. കണ്ടോ? Ctrl+N CTRL+N. Ctrl+N എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് നമുക്ക് ഒരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് പോകണ്ട, അതായത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണ്ട അല്ലേ, അതുപോലെ തന്നെ ഓൾ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യണ്ട. അപ്പൊ ഇതൊന്നും ചെയ്യാതെ തന്നെ
ഈ കൺട്രോൾ പ്ലസ് എൻ എന്ന് പറയുന്ന കീ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതെന്താണ്, ഒരു ഷോർട്ട് കട്ട് കീ ആണ്. നമ്മളൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള, ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നോക്കിക്കേ, ക്രിയേറ്റിംഗ് എ ന്യൂ സ്ലൈഡ്. ഇത് നമ്മൾ ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി ഒരു ന്യൂ സ്ലൈഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. അതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഗോ ടു ഹോം ന്യൂ സ്ലൈഡ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹോം എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകണം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഓപ്ഷൻ വരും. അതിലെ ന്യൂ സ്ലൈഡ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റില് പിക്ചർ കണ്ടോ? ഇതില് കമ്പ്യൂട്ടറിലെ ഹോം എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇറ്റ് ഡിസ്പ്ലേ വേരിയസ് തീംസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ സ്ലൈഡ്. അതിൽ എന്താണ്, വേരിയസ് തീംസ് ഉണ്ടല്ലേ, നമ്മുടെ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള പല പല സ്ലൈഡുകൾക്ക് ആവശ്യമായിട്ടുള്ള പല പല തീംസ് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഗോ ടു ഹോം. ഹോമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാൽ ഓഫീസ് തീം ഡയലോഗ് ബോക്സ് ചൂസ് എനി വൺ തീം ടു ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ്. അതായത് നമ്മൾ ഡയലോഗ് ബോക്സിൽ ഓഫീസ് തീമിൽ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് തീം അതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ആ തീം നമ്മൾ സെലക്ട് ചെയ്യുക. സ്ലൈഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തീം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എങ്ങനെയാണ് ഒരു ന്യൂ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അടുത്ത നമ്മൾ എന്താണ്, ക്രിയേറ്റിംഗ് എ ന്യൂ സ്ലൈഡ്, ഒരു പുതിയ സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ സ്റ്റെപ്പ്. ഏതൊക്കെ സ്റ്റെപ്പ് വേണം അല്ലെ, എന്തൊക്കെ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റെപ്പ് ആയിരുന്നു, സ്റ്റെപ്പ് 1 നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ഗോ ടു ഹോം. ഹോമിൽ പോയിട്ട് അതിന് ന്യൂ സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ്, സ്റ്റെപ്പ് 2 അല്ലേ, ഫ്രം ദ ഓഫീസ് തീം ഡയലോഗ് ബോക്സ്. ഓഫീസ് തീമിൽ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, പലതരത്തിലുള്ള തീംസ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള എന്താണ് തീം അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആവശ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് ഇൻ എ ന്യൂ സ്ലൈഡ്, അതായത് ആ പുതിയ സ്ലൈഡിൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകും. എന്താണ്, നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് എഴുതി ചേർക്കാൻ പോവുക. അതെങ്ങനെയാണ് അടുത്ത നോക്കുന്നത്. ടു ഇൻസേർട്ട് ടെക്സ്റ്റ് ഇൻ എ ന്യൂ സ്ലൈഡ്, ഇല്ലേ, ഒരു പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് നോക്കേ, ഫ്രം ഓഫീസ് തീം ഡയലോഗ് ബോക്സ് സെലക്ട് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് തീം. അതായത് എന്താണ്, ഓഫീസ് തീം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തല്ലോ, അതിന്റെ അകത്ത് നിന്ന് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന തീം വേണം നമ്മൾ സെലക്ട് ചെയ്താൽ, എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം, ഓഫീസ് തീം ഡയലോഗ് ബോക്സിൽ നിന്ന് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന തീം നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നുണ്ടോ, അതാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന തീം. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ഫ്രം ഓഫീസ് തീം ഡയലോഗ് ബോക്സ് സെലക്ട് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് തീം. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് തീം നമ്മൾ ഓഫീസ് തീമിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് നോക്കേ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ബോക്സ് ആൻഡ് ഇൻസേർട്ട് ദ ടൈറ്റിൽ ഓഫ് ദ കറന്റ് സ്ലൈഡ്. കണ്ടോ, ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞ നടക്കുന്ന ഇത് കണ്ടോ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്താണോ, നമ്മൾ ആ കറന്റ് സ്ലൈഡ് അല്ലേ, നമ്മുടെ സ്ലൈഡിന്റെ ടൈറ്റിൽ എന്താണോ അത് അവിടെ നമ്മൾ എഴുതി ചേർക്കുക. നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടോ, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് PV സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആരാണ്, ബാഡ്മിന്റൺ ഇല്ലേ, ബാഡ്മിന്റൺ പ്ലെയറുടെ പേരാണ് തന്നിരിക്കുന്നത്, PV സിന്ധു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ ആ ടൈറ്റിൽ PV സിന്ധു എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ആ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്നതിനെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലേ, ആ ഇൻസേർട്ട് ദ ടൈറ്റിൽ ഓഫ് ദ കറന്റ് സ്ലൈഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്ലൈഡിന്റെ ടൈറ്റിൽ എന്താണ് അവിടെ അത് എഴുതി ചേർക്കുക. നമ്മൾ നേരത്തെ എന്താണ് ഇപ്പം PV സിന്ധു എന്ന ടൈറ്റിൽ നമ്മൾ കൊടുത്തു. തേർഡ് സ്റ്റെപ്പ് നോക്കേ, click to add text box and insert the content for the current slide. ഇനി അതിന്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ഇല്ലേ, ക്ലിക്ക് ടു ആഡ് സബ്ടൈറ്റിൽ എന്ന് പറഞ്ഞില്ലേ, ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ്. കണ്ടോ, ആ സെക്കൻഡ് ഇതുണ്ടല്ലോ അവിടെ കൊണ്ടുവച്ചിട്ട്, ആ ബോക്സിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആ സ്ലൈഡിന്റെ എന്താണോ അതിൻ്റെ അകത്തുള്ള മാറ്റർ, എന്താണോ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് അത് ടൈപ്പ് ചെയ്യുക. നമ്മൾ PV സിന്ധു എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, അവരെ കുറിച്ചില്ലേ, ആ ബാഡ്മിന്റൺ പ്ലെയറെ കുറിച്ച് വേണം എഴുതാൻ. ഇവിടെ തന്നേക്കുന്നത് എന്താ,
PV Sindhu is an Indian professional badminton player and the first Indian woman to win an Olympic silver medal. PV Sindhu നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈഡിന്റെ കണ്ടന്റ് നമ്മൾ എഴുതി വെച്ചേക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് നമ്മൾ ന്യൂ സ്ലൈഡിൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഓഫീസ് തീം ഡയലോഗ് ബോക്സിൽ നിന്ന് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന തീം സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ അകത്ത് വരുന്ന ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറയുന്നതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ നമ്മുടെ ഉപയോഗിക്കുന്ന സ്ലൈഡിന്റെ ടൈറ്റിൽ അല്ലെ, ഒരു തലക്കെട്ട് കാണുമല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അപ്പൊ ആ ടൈറ്റിൽ അവിടെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്യുക. രണ്ടാമത് നമുക്ക് എന്തെങ്കിലും മാറ്റർ അതിനകത്ത് ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ബോക്സ് കിടക്കുന്നുണ്ട്, അതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ നമ്മുടെ ആ സ്ലൈഡിന്റെ മാറ്റർ അത് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ന്യൂ സ്ലൈഡിൽ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഇനി അടുത്തത് പോയാലോ നമുക്ക്? ഇൻസേർട്ടിങ് ഇമേജസ് ഇൻ എ സ്ലൈഡ് അല്ലേ, ഒരു സ്ലൈഡിൽ നമ്മൾ എങ്ങനെ ഇമേജ് ഇൻസേർട്ട് ചെയ്യും? ഇപ്പൊ ടെക്സ്റ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം മനസ്സിലായേ. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, ഒരു പിക്ചർ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. To insert an image in a slide, follow the given step. ഇപ്പൊ എന്താണ്, ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അല്ല, ആദ്യത്തെ സ്റ്റെപ്പ് നോക്കേ, ഗോ ടു ഇൻസേർട്ട്, നെക്സ്റ്റ് ടു പിക്ചർ. ഇപ്പൊ എല്ലാവരും ആദ്യം നമ്മൾ ഹോമിന്റെ സൈഡിൽ കിടക്കുന്ന ഇൻസേർട്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിലോട്ട് പോകണം. കണ്ടോ, ഹോമിന്റെ തൊട്ടിപ്പുറത്ത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഇൻസേർട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും, അതിൽ നിന്ന് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്താണ് ഗോ ടു ഇൻസേർട്ട്, അതായത് എന്താണ് അതിന് പിക്ചറിലോട്ട് പോകാൻ. എന്തോ ടീച്ചർ പറഞ്ഞത്, ആദ്യം ഹോമിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് എന്താണ് സെലക്ട് ചെയ്യുന്നത്? പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ പിക്ചറിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു സ്ക്രീൻ വന്നു ഇല്ലേ, സെലക്ട് ചെയ്ത ഡിസൈഡ് ഇമേജ് ആൻഡ് ക്ലിക്ക് ഇൻസേർട്ട്. അപ്പൊ നമ്മൾ ആ പിക്ചറിൽ സെലക്ട് ചെയ്യുമ്പോൾ അല്ലേ, പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ടിൽ നിന്ന് പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പിക്ചേഴ്സ് ഇങ്ങനെ വരും. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ക്ലിക്ക് ഇൻസേർട്ട് എന്ന് കൊടുക്കണം. അല്ലെ, ഇൻസേർട്ടില് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇമേജ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻടു ദ സ്ലൈഡ്. നമ്മൾ എടുത്ത ആ ഇമേജ് നമ്മുടെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൽ വന്ന് കിടക്കും. ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്, ഒരു ഇമേജ് അല്ലെ, ഒരു പിക്ചർ നമ്മുടെ സ്ലൈഡിൽ ആഡ് ചെയ്യണമെങ്കിൽ, ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യും? ആദ്യം നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും അല്ലെ, ക്ലിക്ക് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് വരുന്ന പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ, ക്ലിക്ക് ചെയ്യുക. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ പിക്ചർ ഇങ്ങനെ വരും. അതിൽ നമുക്ക് നമ്മുടെ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള പിക്ചർ ഏതാണോ ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ എന്താണ്, നമ്മുടെ സ്ലൈഡിൽ വന്നെടുക്കും. നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കേ, നമ്മളിപ്പം PV സിന്ധു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അവരുടെ പടം എന്താണ് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ എഴുതിയ ടൈറ്റിന്റെ മുകളിൽ കൊണ്ടുവന്ന് കണ്ടോ വെച്ച് ഇൻസേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളൊരു പിക്ചർ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻസേർട്ട് ഇമേജ് സ്ലൈഡിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, അവിടെ നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് വരുന്ന പിക്ചറിൽ നിന്ന് നമ്മുടെ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള പിക്ചർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്ലൈഡിൽ ആ ഒരു പിക്ചർ വരും. മനസ്സിലായോ? Now save the presentation by clicking save from file menu. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇതിനി എന്താണ്, നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? Now save the presentation by clicking save from file menu. അപ്പോൾ നമ്മൾ നേരെ ഫയൽ മെനുവിൽ പോവുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്, ഈ ഒരു നമ്മൾ ചെയ്തിട്ട് ഈ ഒരു സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്തിടണം? നമുക്കത് സേവ് ചെയ്തിടണം. നമ്മൾ എന്ത് ചെയ്യും? നേരെ ഫയൽ മെനുവിൽ പോയിട്ട് അവിടെ നിന്ന് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്ന് കിടക്കും. ഈ ഒരു സ്ക്രീനിന്റെ തൊട്ട് താഴെ എന്താണ്, ഫയൽ നെയിം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരു ബ്ലൂ കളറില് ഫയൽ നെയിം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. സ്റ്റെപ്പ് 4, ടൈപ്പ് ദ നെയിം ഇൻ ദ ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ക്ലിക്ക് സേവ്. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ഫയൽ നെയിം അടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ സിന്ധു അല്ലെ, PV സിന്ധു ടൈപ്പ് ചെയ്ത് നമ്മളെ സ്ലൈഡ് അതാണെങ്കിൽ നമ്മളവിടെ PV സിന്ധു തന്നെ ഫയൽ നെയിം ആയിട്ടൊക്കെ കൊടുത്തിട്ട് സേവ് എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താണ് നമ്മൾ ചെയ്ത ആ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് നമുക്ക് എന്താണ് സേവ് ആയി കിടക്കണം അല്ലേ. പിന്നെ നമ്മൾ വന്ന് എടുത്ത് നോക്കിയാലും അത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം
ഫയൽ മെനുവിൽ പോയിട്ട് അവിടുത്തെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു സ്ക്രീൻ വരും. അതിന്റെ തൊട്ട് താഴെ ഫയൽ നെയിം എന്നും പറഞ്ഞ് കിടക്കും. അവിടെ നമ്മുടെ ഫയലിന്റെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ ഒരു പ്രസന്റേഷൻ സേവ് ആകും. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ടു എക്സിറ്റ് ഫ്രം ദ പ്രസന്റേഷൻ ക്ലിക്ക് എക്സിറ്റ് ഫ്രം ഫയൽ മെനു. ഇനി നമുക്ക് ഈ പ്രസന്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരണം. എന്ത് ചെയ്യും? നമ്മുടെ ഫയൽ മെനുവിൽ പോയിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ പ്രസന്റേഷനിൽ നമുക്ക് പുറത്തേക്ക് വരാം. ഇല്ലേ? എന്താണ് ടീച്ചർ പറഞ്ഞത്? നമുക്ക് ആ ഒരു പ്രസന്റേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ലീവ് വരണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ എന്ത് ഇത്രയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നമുക്കൊരു പിക്ചർ ഇല്ലേ, ഒരു ഇമേജ് നമ്മൾ ന്യൂ സ്ലൈഡിൽ എങ്ങനെ ഒരു പിക്ചർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ ഒരു പ്രസന്റേഷനിൽ എങ്ങനെ ഒരു പിക്ചർ ആഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗോ ടു ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അവിടുന്ന് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ധാരാളം പിക്ചർ വരും. അതിൽ നിന്ന് നമ്മുടെ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം? ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ നമ്മുടെ സ്ലൈഡിൽ വന്നു കിടക്കും. ഇനി നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഫയൽ മെനുവിൽ പോവുക. അവിടുന്ന് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു സ്ക്രീൻ വരും. അതിനകത്ത് ഫയൽ നെയിം ചോദിച്ചേക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ സ്ലൈഡിൽ ആ ഫയലിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ പ്രസന്റേഷൻ സേവ് ആയി കിടക്കും. നമുക്ക് വീണ്ടും അത് എടുത്ത് നോക്കണമെങ്കിൽ സാധിക്കും. പിന്നെ ടീച്ചർ എന്തോ പറഞ്ഞു? നമുക്ക് ആ ഒരു പ്രസന്റേഷനിൽ നിന്ന് വെളിയിൽ വരണം. ഒരു എക്സിറ്റ് നമുക്ക് വേണം. പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണ് ആ പ്രസന്റേഷനിൽ നിന്ന് എക്സിറ്റ് ആവാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത നോക്കിക്കേ. ഡിസൈൻസ് ആൻഡ് ട്രാൻസിഷൻസ് ഇൻ MS PowerPoint 2010. അപ്പൊ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ഡിസൈനും മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഈ MS PowerPoint 2010 നടത്താൻ പറ്റും. നമ്മൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ പല പല ഡിസൈൻ ആഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. യൂസിങ് ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റ് സ്ലൈഡ്. നമുക്ക് ഈ ഒരു സ്ലൈഡിന് നമ്മൾ ചെയ്ത ആ സ്ലൈഡിന് എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. നോക്കിക്കേ. The design tab contains options related to the appearance of slides such as page setup, slide orientation, colors, fonts, effects, etc. എന്താണ് ഡിസൈൻ ടാബ് അല്ലെങ്കിൽ ഡിസൈൻ മെനു എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു മെനു ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ നേരത്തെ ഹോം പറഞ്ഞു, ഇൻസേർട്ട് പറഞ്ഞു. അതിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഡിസൈൻ എന്ന് പറയുന്ന മെനു കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഡിസൈൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ഇല്ലേ? പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, കളേഴ്സ്, ഫോണ്ട്, ഇഫക്റ്റ്, എക്സെട്ര. പിന്നെ പറയുന്ന കുറെ എന്താണ് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതില് പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനു സഹായിക്കുന്നു? are used to set the orientation of the slide, that is landscape or portrait. അപ്പോൾ എന്താണ്? നമ്മൾ ആദ്യം ഡിസൈൻ മെനു നമ്മൾ പറഞ്ഞു നമ്മുടെ MS PowerPoint 2010 നമുക്ക് എന്താണ് പലതരത്തിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡിന് പലതരത്തിൽ ഡിസൈൻ ചെയ്യാനും മാറ്റങ്ങൾ വരുത്താം ഒക്കെ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് ഈ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ എന്താണ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അപ്പൊ ആ ഡിസൈൻ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് വരും. എന്തൊക്കെയാണ്? പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, കളേഴ്സ്, ഫോണ്ട്, ഇഫക്റ്റ്, ഇങ്ങനെ പല പല ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അത് ഓരോന്നും എതിനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ഡിസൈൻ ടാബില് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒന്നാണ് പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ. എന്താണ് പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയന്റേഷൻ. പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയന്റേഷൻ. അപ്പൊ അതിൽ എന്താണ് വരുന്നത് നോക്കിക്കേ. പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ ആർ യൂസ്ഡ് ടു സെറ്റ് ദ ഓറിയന്റേഷൻ ഓഫ് ദ സ്ലൈഡ്. അതായത് ആ സ്ലൈഡിന്റെ ഓറിയന്റേഷൻ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ്. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് പേജ് സെറ്റപ്പിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. പേജ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡിന്റെ ആ ഒരു പേജിന് എന്ത് വിഡ്ത് ഉണ്ടായിരിക്കണം, എന്ത് ലെങ്ത് എത്ര വേണം ഇല്ലേ? അത് പിന്നെ എന്താണ് എങ്ങനെ ഹെഡിങ് എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ
സ്ലൈഡ് ഓറിയന്റേഷനിൽ എന്താണ് പോർട്രേറ്റ്, പിന്നെന്താണ് ലാൻഡ്സ്കേപ്പ്. എങ്ങനെയാണ് ഒരു നമ്മൾ കൊടുക്കുന്ന പാരഗ്രാഫ് ഇങ്ങനെ നടുക്കുന്നത് തുടങ്ങണോ, അത് ഏതെങ്കിലും സൈഡിൽ നിന്ന് തുടങ്ങണോ, ഇല്ലേ ആ പേജ് ഇങ്ങനെ ചെറുതാക്കി വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പേജ് സെറ്റപ്പ് ആൻഡ് സ്ലൈഡ് ഓറിയന്റേഷനിൽ. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയന്റേഷനും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ലൈഡ് നമ്മുടെ നിർമ്മിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡിന്റെ പേജ് എങ്ങനെ ഇരിക്കണം, ഇല്ല എവിടെ നിന്ന് തുടങ്ങണം, ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ തീരണം, ആ ഒരു സ്ലൈഡിന്റെ വിഡ്ത്ത് എന്താണ്, ആ പേപ്പറിന്റെ സൈസ് എന്താണ്, ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതാണ് ഈ പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയന്റേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത കളേഴ്സ് ആൻഡ് ഫോൺസ്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം കളേഴ്സ് ആൻഡ് ഫോൺസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ലൈഡിന്റെ അല്ലേ ആ യൂസ് ടു എൻഹാൻസ് ദ അപ്പിയറൻസ് ഓഫ് ഫോൺസ് ഇൻ ദ സ്ലൈഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്ലൈഡിന് എന്ത് കളർ ആഡ് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിന് എന്ത് കളർ വേണം, അത് ഏത് അല്ലേ എന്ത് ലെറ്റർ എങ്ങനെ ഇരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഫോണ്ട് സൈസ് തന്നെ ആ ലെറ്റേഴ്സിന്റെ എല്ലാം വലിപ്പം എത്രയായിരിക്കണം എന്നൊക്കെ നമ്മൾ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കളേഴ്സും ഫോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നമ്മുടെ ടെക്സ്റ്റ് എല്ലാത്തിന്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ പേജ് സെറ്റപ്പിൽ കണ്ടോ അതിനകത്ത് എന്തൊക്കെ വരുന്നു, വിഡ്ത്ത്, ഹൈറ്റ് ഓഫ് ദ പേപ്പർ, വിഡ്ത്ത് അല്ലെ കുറെ കാര്യങ്ങൾ വരുന്നു. സ്ലൈഡ് ഓറിയന്റേഷൻ വരുന്നുണ്ടോ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഇല്ലേ എവിടെ തൊട്ട് തുടങ്ങണം, ആ പാരഗ്രാഫിന് എത്ര അകലം വേണമെന്നൊക്കെ ഉള്ളത്. കളർ ഉണ്ടോ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. പിന്നെന്താണ് ഫോണ്ട് ഏത് അക്ഷരത്തിൽ വേണം എഴുതാൻ, അക്ഷരത്തിന്റെ വലുപ്പം എന്താണെന്നൊക്കെയാണ് ഫോണ്ട് കാണിക്കുന്നത്. അടുത്ത് നോക്കിക്കേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്. എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്? ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ദ സ്ലൈഡ്സ് ബാക്ക്ഗ്രൗണ്ട്. എന്താണ് നമ്മൾ ആ ഒരു സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇരിക്കണം, ഏത് കളർ കൊടുക്കണം അല്ലെങ്കിൽ ഏത് സ്റ്റൈലിലായിരിക്കണം എന്നുള്ളതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് പലതരത്തിലുള്ള സ്റ്റൈലുണ്ട്. ഇത് ഏത് സ്റ്റൈൽ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തോ പറഞ്ഞത് നമ്മുടെ ആ ഒരു MS PowerPoint 2010 ചെയ്യുന്ന ആ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. അതിനാദ്യം നമ്മൾ ഡിസൈൻ മെനു പോയിട്ട് ഡിസൈൻ ടാബിൽ പോയിട്ട് അവിടുന്ന് പലതരത്തിലുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. എന്തൊക്കെയാണ് പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, കളേഴ്സ് ആൻഡ് ഫോൺസ്, പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു സ്റ്റൈൽ മെനുവിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡിസൈൻ മെനുവിൽ ടാബിൽ കാണും. അതിൽ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം, നമ്മുടെ സ്ലൈഡിന് ആവശ്യമായിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കിക്കേ യൂസിങ് ട്രാൻസിഷൻസ് ഇൻ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ ട്രാൻസിഷൻസ് വരുത്താൻ എന്ത് ചെയ്യണം നോക്കിക്കേ. ട്രാൻസിഷൻ ഈസ് യൂസ്ഡ് ടു ഗിവ് ആൻ eye catching effect to each and every slide when it is changed. അപ്പൊ എന്താണ് ഈ ഒരു ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ നിർമ്മിച്ച ആ ഒരു സ്ലൈഡ് ഇല്ലേ എന്താണ് അതിൽ മാറ്റങ്ങൾ വരുത്തി ഐ ക്യാച്ചിങ് നമ്മുടെ പെട്ടെന്ന് എല്ലാവർക്കും കണ്ടിടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മളെ ആ ഒരു സ്ലൈഡ് ചെയ്യാനാണ് നമ്മൾ ഈ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്? A transition is used to give an eye-catching effect to catch at every slide when it is changed. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ എല്ലാവരുടെയും കണ്ണിൽ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലാക്കി മാറ്റാനാണ് നമ്മൾ ഈ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത്. To apply a transition to slide, follow the given step. അപ്പൊ നമ്മൾ ആ സ്ലൈഡിൽ ട്രാൻസിഷൻ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കേ, ക്രിയേറ്റ് 2 സ്ലൈഡ്സ് വിത്ത് ഇമേജ് ആൻഡ് കണ്ടന്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ സ്ലൈഡിൽ എന്താണ്, അതിൽ നമുക്ക് രണ്ടിലും പിക്ചറും വേണം കണ്ടന്റും വേണം. അപ്പൊ നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ വെജിറ്റബിൾസ് എന്ന് എഴുതിയിട്ട് അതിന്റെ കുറച്ച് കണ്ടന്റ് എഴുതിയിട്ടുണ്ട്, പിക്ചറും വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസിന്. രണ്ടാമത്തെ സ്ലൈഡില് ഫ്രൂട്ട്സിന്റെ പിക്ചർ ഉണ്ട്, ഫ്രൂട്ട്സിന്റെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ക്രിയേറ്റ് 2 സ്ലൈഡ്സ് വിത്ത് ഇമേജ് ആൻഡ് കണ്ടന്റ്. കണ്ടന്റും ഇമേജോടും കൂടി 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നോക്കേ, സെലക്ട് ചെയ്ത സ്ലൈഡ് യു വാണ്ട് ടു അപ്ലൈ ട്രാൻസിഷൻ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ട്രാൻസിഷൻ ചെയ്യേണ്ട ഏത് സ്ലൈഡാണോ ആ 2 സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്ത നോക്കിക്കേ, ക്ലിക്ക് ട്രാൻസിഷൻ ആൻഡ് സെലക്ട് തീം. അപ്പൊ എന്താണ് മൂന്നാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, ക്ലിക്ക് ട്രാൻസിഷൻ. നമ്മൾ ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് തീമാണോ വേണ്ടുന്നത് ആ തീം സെലക്ട് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ്, ഫോർ സ്ലൈഡ് 1 ഡിസോൾവ് തീം ഈസ് സെലക്ടഡ്. അപ്പൊ നമ്മൾ സ്ലൈഡ് 1 എടുത്തിട്ട് അതിൽ നമുക്ക് ഡിസോൾവ് എന്ന് പറയുന്ന തീമാണ് വേണ്ടത്. അപ്പോൾ സ്ലൈഡ് 1 എടുത്തിട്ട് ഡിസോൾവ് എന്ന് പറയുന്ന തീം സെലക്ട് ചെയ്യുക.
സ്ലൈഡ് 2 നമുക്ക് വരുന്നത് ഷെയ്ഡ് എന്ന് പറയുന്ന തീമാണ്. അപ്പൊ ആ ഷെയ്ഡ് എന്ന് പറയുന്ന തീം സെലക്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നോക്കേ, ടു വ്യൂ ദ പ്രസന്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ ഗോ ടു സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. എന്താണ്, നമ്മൾ 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു, 2 സ്ലൈഡിലും പിക്ചറും കണ്ടന്റും ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സ്ലൈഡ് ഏതാണോ ആ 2 സ്ലൈഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് വേണ്ടുന്ന തീം ഏതാണോ അത് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ സ്ലൈഡിൽ നമുക്ക് വേണ്ടുന്ന തീം ഏതാണോ അത് സെലക്ട് ചെയ്യുക. തീം എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കൊടുത്ത തീം നമുക്ക് കാണണ്ടേ ഫുൾ സ്ക്രീനിൽ? അത് നമ്മൾ എന്ത് ചെയ്യണം? ഗോ ടു സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക. അവിടെ നിന്ന് എന്ത് ക്ലിക്ക് ചെയ്യണം? ഫ്രം ബിഗിനിങ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു സ്ലൈഡിന്റെ ആ ഒരു ഇഫക്റ്റ് വെച്ചിട്ട് ഓരോ സ്ലൈഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആദ്യത്തെ സ്ലൈഡ് നമ്മൾ കൊടുത്ത എന്താണ്? ആദ്യത്തെ സ്ലൈഡിൽ ഡിസോൾവ് എന്ന് പറയുന്ന തീമായിരുന്നു, രണ്ടാമത്തെ സ്ലൈഡിൽ ഷെയ്ഡ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ കൊടുത്ത ഏത് തീമാണോ ആ തീം അനുസരിച്ച് നമുക്ക് അതിനെ പെട്ടെന്ന് ഇങ്ങനെ ഐ ക്യാച്ചിങ്ങിൽ എന്താണ് പെട്ടെന്ന് ആകർഷിക്കത്തക്ക രീതിയിൽ നമുക്കത് കാണാൻ പറ്റുന്നു. കണ്ടോ, അപ്പൊ നമ്മൾ എന്താ സ്റ്റഡി ചെയ്തത്? യൂസിങ് ട്രാൻസിഷൻ ഇൻ എ സ്ലൈഡിൽ ഒരു സ്ലൈഡിൽ ട്രാൻസിഷൻ വരുത്തണം. അതായത് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ എല്ലാവർക്കും ആകർഷിക്കത്ത രീതിയിൽ ആ സ്ലൈഡിനെ നമ്മൾ മാറ്റിയെടുത്തു. എന്താ ചെയ്തു? അതിന് ആദ്യം നമ്മൾ 2 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. ഏത് സ്ലൈഡാണ് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോ സ്ലൈഡിലും ഓരോ തീം സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താണ്, നമ്മൾ ആ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു തീം വെച്ചിട്ട് നമ്മുടെ സ്ലൈഡ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ഗോ ടു സ്ലൈഡ് ഷോയിൽ പോയി അവിടുന്ന് ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തത്? ഒരു പുതിയ പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+N. ഏതാണ്? Ctrl+N എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ കുറച്ച് സ്റ്റെപ്പും ഉണ്ട്. ഇനി ഒരു ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? ഇൻസേർട്ട് ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൽ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സ്ലൈഡിൽ നമുക്ക് എങ്ങനെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാം നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, ഡിസൈൻസ് ആൻഡ് ട്രാൻസിഷൻസ് ഇൻ MS PowerPoint 2010 ഇല്ലേ? MS PowerPoint 2010 നമുക്ക് ഡിസൈൻ ചെയ്യാനും ട്രാൻസിഷൻ ചെയ്യാനും ഒക്കെ പറ്റും. ആ രീതിയിൽ നമ്മൾ പഠിച്ചു. ഡിസൈൻ ടാബ് അല്ലെങ്കിൽ ഡിസൈൻ മെനു ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പേജ് സെറ്റപ്പ്, സ്ലൈഡ് ഓറിയന്റേഷൻ, കളേഴ്സ് ആൻഡ് ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ്. നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്ന കാര്യം പഠിച്ചു സ്ലൈഡിനെ. എന്താണ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ? A transition is used to give an eye-catching effect to each and every slide when it is changed. എന്നാൽ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ഐ ക്യാച്ചിങ് ആണോ അല്ലേ? കണ്ണിൽ പെട്ടെന്ന് കണ്ടുപിടിക്കത്തക്ക പെട്ടെന്ന് നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിലാണ് സ്ലൈഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തു. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എക്സസൈസ് ഒന്ന് എടുത്തേ. പേജ് നമ്പർ 53 കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ PowerPoint presentation? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെൻഷൻ ദ ഷോർട്ട്കട്ട് കീ യൂസ്ഡ് ടു ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രസന്റേഷൻ. ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീ ഏതായിരുന്നു? Ctrl+N ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് നോട്ട് പാഡ്? നോട്ട് പാഡിന്റെ യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത് എന്തുവായിരുന്നു? We can type extra information about the current slide. ഇല്ലേ? നമുക്ക് നോട്ട് പാഡ് ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ആ കറന്റ് യൂസ് ചെയ്യുന്ന സ്ലൈഡിന്റെ എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നു, ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു. ദിസ് ഇൻഫർമേഷൻ ഡസ് നോട്ട് അപ്പിയർ വെൻ ദ പ്രസന്റേഷൻ ഈസ് ബീയിങ് ഡെലിവേർഡ്. അല്ലേ? ഈ ഇൻഫർമേഷൻ എന്താണ്? നമ്മൾ ആ പ്രസന്റേഷൻ കാണിക്കുന്ന സമയത്ത് ആ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നോട്ട് പാഡിന്റെ യൂസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. ഹൗ ടു എക്സിറ്റ് ഫ്രം ആർ എക്സിറ്റിംഗ് പ്രസന്റേഷൻ. ഇല്ലേ? ഒരു പ്രസന്റേഷനിൽ നമ്മൾ എങ്ങനെ എക്സിറ്റ് ആവും എന്ന് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എങ്ങനെ എക്സിറ്റ് ആവും? ടു എക്സിറ്റ് ഫ്രം ദ പ്രസന്റേഷൻ ക്ലിക്ക് എക്സിറ്റ് ഫ്രം ദ ഫയൽ മെനു. എന്ത് ചെയ്യണം? ഫയൽ മെനുവിലുള്ള എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഫയൽ മെനുവിൽ നിന്ന് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് പേജ് സെറ്റപ്പ്? പേജ് സെറ്റപ്പിന്റെ യൂസ് എന്താണ്? പേജ് സെറ്റപ്പ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ഓറിയന്റേഷൻ ഓഫ് ദ സ്ലൈഡ്. ഇല്ലേ? ദാറ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേജ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡിന് എത്ര വിഡ്ത്ത്, എന്ത് സൈസ്, അത് പാരഗ്രാഫ് എവിടെ നിന്ന് തുടങ്ങാം, എവിടെ അവസാനിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് തന്നെയാണ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? പേജ് സെറ്റപ്പ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ഓറിയന്റേഷൻ ഓഫ് ദ സ്ലൈഡ്, ദാറ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ്.
മനസ്സിലായ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ബി നോക്കിക്കേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, MS PowerPoint suite was designed to support the users to generate useful dash. എന്താണ് നമുക്ക് യൂസേഴ്സിന് എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ MS PowerPoint suite പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആൻസർ എന്താ? സ്ലൈഡ്സ് ഇല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ MS PowerPoint 2010 ഡിസൈൻ ചെയ്തത്. Next question okay, dash tool is used to create advanced diagrams that reflect processes, hierarchies and other relationships. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ എന്താണ് അഡ്വാൻസ്ഡ് ഡയഗ്രാംസും അതുപോലെ തന്നെ പ്രോസസ് റിഫ്ലക്റ്റ് ഹൈറാർക്കി റിലേഷൻഷിപ്പ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ എന്തായിരുന്നു? സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. പഠിച്ചേണ്ടത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ടൂളാണ് ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡാഷ് അലോ ദ യൂസർ ടു ക്രിയേറ്റ് കസ്റ്റം തീംസ് ഡിസൈൻ ആൻഡ് ലേഔട്ട്. എന്തായിരുന്നു എന്തായിരുന്നു നമ്മൾ ഈ ഒരു ലേഔട്ടും ഡിസൈനും തീമും എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? MS PowerPoint ആണ് യൂസറിന് കസ്റ്റം തീംസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ലേഔട്ട് ചെയ്യാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? MS PowerPoint. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, the dash tab shows a thumbnail version of full size slides that are existing in current presentation. ഇല്ലേ current presentationന്റെ ഒരു thumbnail version കാണിക്കുന്ന ടാബ് ഏതായിരുന്നു? സ്ലൈഡ്സ് ടാബ്. ഏതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്? സ്ലൈഡ്സ് ടാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ടു എക്സിറ്റ് ഫ്രം ദ പ്രസന്റേഷൻ ക്ലിക്ക് ഡാഷ് ഫ്രം ഫയൽ മെനു. നമ്മൾ ഒരു പ്രസന്റേഷനിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ഫയൽ മെനുവിൽ എന്ത് ക്ലിക്ക് ചെയ്യണം? എന്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം? എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ആയേ. അടുത്ത നോക്കിക്കേ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ഫ്രം ഡാഷ് ഡയലോഗ് ബോക്സ് വി ക്യാൻ സെലക്ട് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് സ്ലൈഡ്. അപ്പൊ ഏത് ഡയലോഗ് ബോക്സിൽ നിന്നാണ് നമുക്ക് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന? ഏതിലാണെങ്കിൽ നമ്മൾ പഠിച്ചതാ? ഓഫീസ് തീമാണോ, തീമാണോ, വിൻഡോസ് ആണോ? നമ്മൾ ആൻസർ ഏതാ? ഓഫീസ് തീം ഇല്ലേ? ഓഫീസ് തീമിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെലക്ട് ഡാഷ് ടാബ് ആൻഡ് ക്ലിക്ക് ഫ്രം ബിഗിനിങ് ബട്ടൺ ടു വ്യൂ ദ സ്ലൈഡ്. ഇല്ലേ നമ്മൾ ചെയ്ത ആ ഒരു സ്ലൈഡ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഏതിലാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്? സ്ലൈഡ് ഷോ ഇല്ലേ? സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്ലിക്ക് ഇൻസൈഡ് ഡാഷ് ബോക്സ് ആൻഡ് ഇൻസേർട്ട് ദ ടൈറ്റിൽ ഓഫ് ദ കറന്റ് സ്ലൈഡ്. അപ്പൊ നമ്മളാണ് കറന്റ് സ്ലൈഡിന്റെ ടൈറ്റിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് ബോക്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഇൻസേർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ഏത് ടേബിളിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നു? ഏത് ബോക്സിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നു? ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ഇല്ലേ? ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ആ ബോക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, the dash tab contains option related to the appearance of slide. ഇല്ലേ ഒരു സ്ലൈഡിന്റെ അപ്പിയറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കിടക്കുന്ന ടാബ് ഏതാണ്? നമ്മളിപ്പോ പഠിച്ചത് ഏത് ടാബാണ്? ഡിസൈൻ ടാബ് അല്ലേ? ഡിസൈൻ ടാബാണ് പേജ് സെറ്റപ്പും ഇല്ലേ കളർ ഫോണ്ട് തുടങ്ങിയ ആ സ്ലൈഡിന്റെ അപ്പിയറൻസ് എല്ലാം അടങ്ങുന്ന അല്ലേ ഓപ്ഷൻ കിടക്കുന്ന ഏത് ടാബിലാണ്? ഡിസൈൻ ടാബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, a dash is used to give an eye-catching effect to slides. സ്ലൈഡ്സിന് ഒരു eye-catching effect കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇമേജ് ആണോ, വീഡിയോ ക്ലിപ്പ് ആണോ, ട്രാൻസിഷൻ ആണോ? എന്തായിരുന്നു? ട്രാൻസിഷൻ. ട്രാൻസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്ലൈഡ് eye-catching ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ? അടുത്ത നോക്കിക്കേ, റീഅറേഞ്ച് ചെയ്ത ജംബിൾഡ് വേർഡ്സ് ഇല്ലേ? തന്നേക്കുന്ന ആ വേർഡ്സ് റീഅറേഞ്ച് ചെയ്തിട്ട് അതിനകത്തുള്ളിരിക്കുന്ന ഒരു ഹിഡൻ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യുക.
ആദ്യത്തെ ഏതാണ്? ONISTINART. അത് ഏത് വാക്കാണ്? നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തോളൂ. നമുക്ക് എങ്ങനെ എഴുതാം? ട്രാൻസിഷൻ. ഇതിൽ കൂടെ ട്രാൻസിഷൻ. നെക്സ്റ്റ് വേർഡ് നോക്കേ, METEH. ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. തീം. THEME. തീം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, OIPTNWEROP. ഇതിനെ നമ്മൾ എങ്ങനെ റീഅറേഞ്ച് ചെയ്ത ഒരു വേർഡ്? അതിൽ ഏത് വേർഡാണ് ഒളിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നോക്കേ, ഏത് വേർഡ്? പവർ പോയിന്റ്. ഏതാണ്? പവർ പോയിന്റ്. POWERPOINT. പവർ പോയിന്റ്. അടുത്ത വേർഡ് നോക്കേ, ESNOTNEAP. അതെന്താണ്? നോട്ട് സ്പാൻ. ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്ത നോട്ട് സ്പാൻ ആണ് ആ വാക്ക്. PANE. നോട്ട് സ്പാൻ. NOTESPANE. നോട്ട് സ്പാൻ. അടുത്ത വേർഡ് നോക്കേ, DELIS. അതിന് ഏത് വാക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഏത് വാക്കാ? സ്ലൈഡ്. SLIDE. സ്ലൈഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു MS PowerPoint 2010. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് എഴുതി ടീച്ചറിന് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ്, പഠിക്കുന്ന വോയിസ് മെസ്സേജും സെൻഡ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.